his story by Mr. Sinu Paul Stephen. I would like to welcome Mr. Fred Cochin to distribute the award to Sinu Paul Stephen. നമസ്കാരം. ആദ്യമായിട്ട് തന്നെ ഇവിടെ ഈ തണുപ്പത്തും മഴയത്തും ഇവിടെ വന്നുകൂടിയ എല്ലാവരോടും ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. പിന്നെ ആദ്യം തന്നെ തോമസ് അങ്കിൾ ഇവിടെ ഷോർട്ട് ഫിലിമിൻ്റെ ഗോൾഡൻ റൂൾസിനെ പറ്റി പറഞ്ഞു. ഞങ്ങൾ 3 പേരും പൊതുവെ അങ്ങനെ റൂൾസ് ഫോളോ ചെയ്യുന്ന കൂട്ടത്തിലല്ല. പക്ഷേ സ്നേഹപൂർവ്വം പറഞ്ഞ കാര്യങ്ങൾ വരെ വെച്ചിരിക്കുന്നു. ഓർഫിയും ഞാനും ആദ്യം പരിചയപ്പെടുന്നത് പോക്ക് എന്ന സിനിമയുടെ സെറ്റിൽ വെച്ചാണ്. ആ പരിചയം പിന്നീട് സുഹൃത്തുക്കളായി. ഇന്നിപ്പോൾ ഒരു മൂത്ത ജ്യേഷ്ഠൻ്റെ സ്ഥാനത്താണ് ഞാൻ ഓർഫിയെ കാണുന്നത്. ഒരു മുത്തശ്ശൻ്റെ സ്ഥാനത്ത് രവിചേട്ടനെ. അപ്പോൾ ഇവർ രണ്ടുപേരും വന്നു കഴിഞ്ഞിട്ട് എന്നോട് നമുക്കൊരു ഷോർട്ട് ഫിലിം എടുക്കണം, ഒരു കഥ എഴുതണം എന്ന് പറയുമ്പോൾ എനിക്ക് വേറെ ഒന്നും നോക്കാനില്ല. അമേരിക്കയിൽ ഒരു ഷോർട്ട് ഫിലിം ഷൂട്ട് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. 30 സെക്കൻഡ് നീളമുള്ള ഒരു സീൻ ഷൂട്ട് ചെയ്യണമെങ്കിൽ ക്യാമറമാൻ്റെ പിന്നെ ആ സീനിൽ അഭിനയിക്കുന്ന ഓരോരുത്തരുടെയും സമയവും സൗകര്യവും നോക്കിയിട്ട് വേണം. ആ ഒരു ചലഞ്ച് തൻ്റെ പൂർവ്വം ഒറ്റയ്ക്ക് ഏറ്റെടുത്ത് നടത്തിയതിന് ഓർഫിയായി കൺഗ്രാജുലേറ്റ് ചെയ്യും. പിന്നെ രവിചേട്ടനെ പറ്റി പറയുമ്പോൾ ഇതെൻ്റെ 3ാമത്തെ ഷോർട്ട് ഫിലിമാണ്. പോക്ക്, അപ്പനാരാമോൻ, ഇപ്പോൾ ഓർഫിയുടെ ബ്ലാക്ക് വിഡോ. ഒരു അസിസ്റ്റന്റ് ഡയറക്ടറിന് എന്തുമാത്രം പ്രാധാന്യമുണ്ട് ഒരു ഷൂട്ടിങ്ങിൽ എന്ന് മനസ്സിലാക്കിയത് ഈ ഷൂട്ടിങ്ങിൻ്റെ ഇടയിലാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു സീൻ ഷൂട്ട് ചെയ്യാണ്. ഫ്രെയിമിലേക്ക് നായിക എങ്ങനെ കടന്നു വരണം എന്നതിനെ പറ്റി ഞാനും ഓർഫി ഇരുന്ന് തർക്കിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഓർഫിയുടെ കൈ പിടിച്ച നായിക വന്നാൽ മതി എന്ന് ഓർഫി, അതിൻ്റെ ആവശ്യമില്ല എന്ന് ഞാൻ. അങ്ങനെയൊക്കെ ഒരുപാട് നേരം തർക്കിച്ചുകൊണ്ടിരിക്കുമ്പോൾ രവിചേട്ടൻ പതുക്കെ ഇങ്ങനെ നടന്നു വരും. ഒരു കയ്യിൽ ചായയും മറ്റേ കയ്യിൽ സ്ക്രിപ്റ്റുമായിട്ട്. എന്നിട്ട് പറയും, അതെ ഈ സീനിൽ നായികയില്ല. അപ്പൊ ഞാനും ഓർഫിയും കുറച്ച് നേരം ഇങ്ങനെ നോക്കിയിരിക്കും. കാര്യമായിട്ടാണ്. രവിചേട്ടന്റെ സാന്നിധ്യവും ശാന്തതയും ഗുരുത്വം ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് ഈ പടം ഇവിടെ ഇങ്ങനെ ഓടില്ല. അതുകൊണ്ട് കൊടുക്കില്ല. വേറെ കൂടുതലൊന്നും പറയാനില്ല. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. താങ്ക് യു സർ. സിനു എല്ലാവരെയും കാണുമ്പോഴും മുഖദേശനായിട്ട് പുള്ളി നേരത്തെ പോലെ കണ്ടുപിടിക്കില്ല. ആരും കാര്യമാക്കണ്ട. അതിപ്പം തോമസ് ചേട്ടൻ വന്നാലും പുള്ളി പറയും, അല്ലെങ്കിൽ ഇവിടുത്തെ കൊച്ചു വന്നാലും പറയും മുഖദേശനാണ്. താങ്ക് യു സിനു.